മനുഷ്യന് ഏറ്റവും മാരകമായ ജീവികൾ ഏതൊക്കെയാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക സിംഹവും കടുവയും പുലിയും സ്രാവുമൊക്കെ ആയിരിക്കും, അല്ലേ? എന്നാൽ പ്രതിവർഷം മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരായ ജീവികളുടെ ലിസ്റ്റ് എടുത്താൽ ഈ ജീവികളൊന്നും ആദ്യ പട്ടികയിൽ പോലും കാണില്ലെന്നതാണ് സത്യം. ഏറ്റവും മാരകമെന്ന് നാം കരുതുന്ന സിംഹത്തിന്റെ ആക്രമണത്തിൽ പ്രതിവർഷം 22 പേരും സ്രാവിന്റെ ആക്രമണത്തിൽ 6 പേരും മരണപ്പെടുന്നെന്നാണ് കണക്കുകൾ. അതായത് മാരകമെന്ന് നമ്മൾ കരുതുന്ന പല ജീവികളും അത്ര കുഴപ്പക്കാരല്ല. എന്നാൽ കുഴപ്പമില്ലെന്ന് കരുതുന്ന പലരും കുഴപ്പക്കാരാണ് താനും. പ്രതിവർഷം മനുഷ്യമരണത്തിന് കാരണമാകുന്ന 10 ജീവികളെ പറ്റിയാണ് ഈ വീഡിയോ. ആരായിരിക്കും ഇതിൽ ഒന്നാമൻ? അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനുഷ്യന് ഏറ്റവും മാരകമായ ജീവികളുടെ ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് വരുന്നത് ഹിപ്പപ്പൊട്ടാമസ് ആണ്. പ്രതിവർഷം 500 മരണങ്ങൾ വരെയാണ് ഹിപ്പപ്പൊട്ടാമസ് മൂലം ഉണ്ടാകുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും മാരക ജീവി എന്ന് കരുതിയിരുന്ന സിംഹം മൂലമുള്ള മരണം വെറും 22 മാത്രമാണെന്ന് ഓർക്കണം. ഹിപ്പപ്പൊട്ടാമസിന്റെ പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. ഹിപ്പപ്പൊട്ടാമസ് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ നദിയാന എന്നാണ് അർത്ഥം. ശരാശരി 1500 മുതൽ 3200 കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം. 5 മീറ്റർ വരെ നീളവും 1.5 മീറ്റർ വരെ ഉയരവും കാണും. ആഫ്രിക്കയിലെ സബ് സഹാറൻ മേഖലയിലെ നദികളിലും തടാകങ്ങളിലുമാണ് ഇതിന്റെ ആവാസ വ്യവസ്ഥ. ദിവസത്തിൽ 16 മണിക്കൂറിലധികം വെള്ളത്തിലാണ് ഇത് ചെലവഴിക്കുന്നത്. രാത്രി സമയത്താണ് പുല്ല് മേയാൻ കരയിലെത്തുന്നത്. ഒരു ദിവസം ശരാശരി 40 കിലോഗ്രാം പുല്ല് വരെ ഇത് കഴിക്കും. ഭീമാകാരമായ ശരീരമാണെങ്കിലും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗത്തിലോടാൻ ഹിപ്പപ്പൊട്ടാമസുകൾക്ക് കഴിയും. ചില സമയങ്ങളിൽ വളരെ അക്രമവാസന കാണിക്കുന്ന ഇവ അടുത്തുകൂടി പോകുന്ന ബോട്ടുകളെയും മറ്റും തള്ളിയിടുന്നത് മൂലമാണ് മരണസംഖ്യ കൂടുവാൻ കാരണം. ബോട്ടിൽ നിന്നും വെള്ളത്തിൽ വീഴുന്നവർ മുങ്ങി മരിക്കുകയോ ഇവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യും. കാണുമ്പോൾ വളരെ ശാന്തരായി തോന്നുമെങ്കിലും ഇത്തരത്തിൽ മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ ജീവികളിൽ ഒന്നാണ് ഹിപ്പപ്പൊട്ടാമസ്. ഈ ലിസ്റ്റിലെ 9ാം സ്ഥാനക്കാരാണ് ആനകൾ. പ്രതിവർഷം ശരാശരി 500 മരണങ്ങളാണ് ആനയുടെ ആക്രമണങ്ങളിൽ ഉണ്ടാകുന്നത്. അടുത്തിടെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണിത്. കാരണം നിരവധി മനുഷ്യജീവനുകളാണ് അടുത്ത കാലത്തായി ആനകളുടെ ആക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ ലിസ്റ്റിലെ 8ാം സ്ഥാനക്കാരാണ് മുതലകൾ. 6 മീറ്റർ വരെ നീളവും 1300 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കുന്ന സാൾട്ട് വാട്ടർ മുതലകളുടെ ആക്രമണത്തിൽ പ്രതിവർഷം ശരാശരി 1000 പേർ മരണപ്പെടുന്നെന്നാണ് കണക്കുകൾ. ഈ ലിസ്റ്റിലെ 7ാം സ്ഥാനക്കാരായി വരുന്നത് ഒരു പരാതി ജീവിയാണ്. അതാണ് അസ്കാരിസ് റൗണ്ട് വേംസ്. അബദ്ധത്തിൽ ഇവയുടെ മുട്ടകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. മനുഷ്യരുടെ ചെറുകുടലിൽ സ്ഥിരതാമസമാക്കുന്ന ഇവ മനുഷ്യ ശരീരത്തെ ജീവൻ നിലനിർത്താനും ഭക്ഷണം കഴിക്കാനും ഒക്കെയായി ഉപയോഗിക്കുന്നു. ഇതുമൂലം പനി, വയറുവേദന, വീക്കം, ശ്വാസതടസ്സം എന്നീ രോഗങ്ങളുടെ അസ്കാരിസസ് എന്ന രോഗം പിടിപെടുകയും ഇങ്ങനെ പ്രതിവർഷം 2500ഓളം പേരാണ് അസ്കാരിസ് റൗണ്ട് വേവ് എന്ന പരാതജീവിയാൽ കൊല്ലപ്പെടുന്നത്. ഈ ലിസ്റ്റിലെ 6ാം സ്ഥാനക്കാരാണ് തേളുകൾ. ലോകത്ത് 2500-ലധികം തേളുകളുടെ ഇനങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഏകദേശം 25 ഇനങ്ങളുടെ വിഷമാണ് മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്നത്. ഇവയിൽ തന്നെ ഏറ്റവും അപകടകാരികളാണ് ഉത്തരാഫ്രിക്കയിൽ കാണപ്പെടുന്ന ഡെത്ത് സ്റ്റോക്കർ സ്കോർപ്പിയൻ. സ്കോർപ്പിയന്റെ വിഷയത്തിലെ ന്യൂറോടോക്സിനുകൾ നാഡീപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും കൂടാതെ രക്തസമ്മർദ്ദം പെട്ടെന്ന് ഉയരുന്നതിലൂടെ ഹൃദയമിടിപ്പ് അനിയന്ത്രിതമാവുകയും ചെയ്യും. ഇങ്ങനെ ഹൃദയസ്തംഭനം വരെ സംഭവിക്കുകയും ചെയ്യാം. കൂടാതെ ശ്വാസപ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമാകുന്നതിനാൽ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇനി ഈ ലിസ്റ്റിലെ 5ാം സ്ഥാനക്കാർ ആരാണെന്ന് നോക്കാം. അതാണ് അസാസിൻ ബഗ്സ്. ഇതിലെ മിക്ക സ്പീഷീസുകളും മനുഷ്യന് വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിലും സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കിസിംഗ് ബഗ് എന്നറിയപ്പെടുന്ന അസാസിൻ ബഗ് ഇനങ്ങളാണ് മനുഷ്യന് ഏറ്റവും അപകടം. ഉറങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യരുടെ മുഖത്ത് കടിക്കുന്നതിനാലാണ് ഇവയ്ക്ക് കിസിംഗ് ബഗ് എന്ന് പേര് വന്നത്. ഇവ മനുഷ്യനെ കടിക്കുമ്പോൾ ട്രൈപ്പാനോസോമ ക്രൂസി എന്ന പരാതജീവി ശരീരത്തിൽ പ്രവേശിക്കും. ഇത് ചാഗാസ് ഡിസീസ് എന്ന രോഗമുണ്ടാക്കുന്നു.
ഈ രോഗത്തിന് നേരത്തെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ 30% പേരും മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ചാഗാസ് രോഗം കൂടാതെ അസാസിൻ ബഗിന്റെ കടിയിൽ നിന്നുണ്ടാകുന്ന അലർജി മൂലവും മരണം സംഭവിക്കുന്നു. ഇങ്ങനെ ഏകദേശം 10,000 പേരാണ് അസാസിൻ വണ്ടിന്റെ ആക്രമണത്തിൽ ഓരോ വർഷവും കൊല്ലപ്പെടുന്നത്. ഈ ലിസ്റ്റിലെ 4ാം സ്ഥാനക്കാരാണ് സോ സ്കെയിൽഡ് വൈപ്പർ. ഇന്ത്യ, മധ്യപൂർവ്വദേശം, ആഫ്രിക്കയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നാണ് സോ സ്കെയിൽഡ് വൈപ്പർ. ഇതിന്റെ കടിയേറ്റാൽ ഏതാണ്ട് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. ഏറ്റവും മരണത്തിനിടയാക്കുന്നത് സോ സ്കെയിൽഡ് വൈപ്പർ ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഇതല്ല, അത് ഇൻലാൻഡ് തൈപ്പർ ആണ്. എന്നാൽ പൊതുവെ നാണം കുണുങ്ങി എന്നറിയപ്പെടുന്ന ഈ പാമ്പ് മനുഷ്യരെ അങ്ങനെ ആക്രമിക്കാറില്ല. സോ സ്കെയിൽഡ് വൈപ്പർ ആക്രമണത്തിൽ ഓരോ വർഷവും 1,38,000 പേരാണ് മരിക്കുന്നത്. ഇനി നമുക്കിതിലെ 3ാം സ്ഥാനക്കാരാണെന്ന് നോക്കാം. അതാണ് ഫ്രഷ് വാട്ടർ സ്നെയിൽ, ശുദ്ധജല ഒച്ചുകൾ. വർഷം തോറും 2 ലക്ഷം മരണങ്ങളാണ് ഈ സ്നെയിൽ മൂലമുണ്ടാകുന്നത്. കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമല്ലേ? ശരിയാണ്, കാരണം ഇത് നേരിട്ടല്ല മനുഷ്യന് ഭീഷണിയാകുന്നത്. ഇത് വഹിക്കുന്ന ഫ്ലൂക്സ് എന്ന ഫ്ലാറ്റ് വെയിൻ പാരസൈറ്റ് ആണ് ഇതിന് കാരണം. ഇത് മൂലമുണ്ടാകുന്ന ബിൽഹാർസിയ എന്ന രോഗമാണ് ഇതിന് കാരണമാകുന്നത്. ഷിസ്റ്റോസോമ എന്ന ഈ ഫ്രഷ് വാട്ടർ സ്റ്റെയിൽസിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഫ്ലൂക്സ് അവിടെ പെറ്റുപെരുകയും പിന്നീട് വെള്ളത്തിൽ കലരുകയും ചെയ്യും. ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെയാണ് മനുഷ്യന് മരണം സംഭവിക്കുന്നത്. ഈ രോഗത്തിന് ഷിസ്റ്റോസോമിയാൻസിസ് എന്നും സ്നെയിൽ ഫീവർ എന്നും പേരുണ്ട്. ഇനി ഇതിലെ 2ാം സ്ഥാനക്കാർ ആരാണെന്ന് നോക്കാം. അത് മറ്റാരുമല്ല, മനുഷ്യർ തന്നെ. ഒരു വർഷം ഏകദേശം 4,31,000 മനുഷ്യമരണങ്ങൾക്ക് കൊലപാതകങ്ങൾ കാരണമാകുന്നുണ്ടെന്നാണ് കണക്കുകൾ. എന്താ അല്ലേ? അതായത് ലോകത്തിലെ ഏറ്റവും മാരകമായ സസ്തനിയാണ് മനുഷ്യൻ. ഇനി ഈ ലിസ്റ്റിലെ 1ാമൻ ആരാണെന്ന് നോക്കാം. കൂടുതലൊന്നും ആലോചിക്കണ്ട, അത് ഇത്തിരി കുഞ്ഞന്മാരായ കൊതുകുകൾ തന്നെ. പ്രതിവർഷം 7,25,000 മുതൽ 10 ലക്ഷം വരെ മരണങ്ങളാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ മൂലമുണ്ടാകുന്നത്. കൊതുകുകൾ മൂലം ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്ന രോഗമാണ് മലേറിയ. പെൻ അനോഫിലസ് കൊതുകുകൾ പരത്തുന്ന ഈ രോഗം മനുഷ്യ ചരിത്രത്തെയും നമ്മുടെ പരിണാമത്തെയും പോലും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ജീവി ഏതാണെന്ന് കമന്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.